രുചിക്കൂട്ട്. എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടനായ 1-2 പലഹാരങ്ങൾ ഉണ്ടാക്കാം. രാവിലെയോ 4 മണിക്കോ ഒക്കെ കഴിക്കാവുന്നവ. 1 കപ്പ് വെള്ളം, 1 മുട്ട, 1.5 കപ്പ് മൈദ, ഇത്തിരി മഞ്ഞൾപ്പൊടി, മഞ്ഞ നിറം വേണമെങ്കിൽ മാത്രം, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം മിക്സിയുടെ ഒരു ജാറിലോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചോ വിസ്ക് വെച്ചോ നന്നായി കട്ടയില്ലാതെ അടിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ആ നേരം നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. കുറച്ച് തേങ്ങ, പഞ്ചസാര, ഏലക്കപ്പൊടി ഇതൊന്ന് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ ഏറ്റവും സിമ്പിളായ ഒരു ഫില്ലിംഗായി. ഇനി ഇത്തിരി ഒന്ന് മോഡിഫൈ ചെയ്തുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പഴുത്ത നേന്ത്രപ്പഴം അരിഞ്ഞ് ചേർക്കുകയും ചെയ്യാം. കുറച്ച് സമയം അധികമുണ്ടെങ്കിൽ, അതുപോലെ കുറച്ചും കൂടി ഒരു റിച്ചായിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ഫില്ലിംഗ് ഞാൻ പറഞ്ഞു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത്, പിന്നെ നമുക്കിതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർക്കാം. അതോടൊപ്പം തന്നെ ഏലക്കപ്പൊടിയും പഞ്ചസാരയും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വാങ്ങി വയ്ക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. പഴം വേണമെങ്കിലും, അതായത് നേന്ത്രപ്പഴം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഒരു ദോശ പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഫില്ലിങ് നേരിട്ട് ഇതിലേക്ക് വെച്ച് ഒന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. തിരിച്ചും മറിച്ചും വേവിച്ചെടുത്തതിന് ശേഷമാണ് ഫില്ലിംഗ് വെച്ച് ഒന്നും കൂടി മടക്കിയെടുക്കേണ്ടത്. അതല്ല, ഇനി നമുക്ക് കുറച്ച് നല്ല ഷേപ്പിലാണ് അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദോശ പോലെ തിരിച്ചും മറിച്ചും വേവിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഫില്ലിംഗ് വെച്ച് ഒന്ന് നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. ചുരുട്ടി എടുത്തതിന് ശേഷം 2 വശവും അകത്തേക്ക് മടക്കി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ള ഷേപ്പിൽ കിട്ടും. അതിൻ്റെ മുകളിൽ തേനൊഴിച്ചോ മേപ്പിൾ സിറപ്പ് ഒഴിച്ചോ, അതുമല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പലതരം ഫ്രൂട്ട്സൊക്കെ ചേർത്തുള്ള സോസ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള സോസുകൾ ഉപയോഗിച്ചോ ഇത് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്നുണ്ടാക്കാം, രുചികരമാണ്, ഹെൽത്തിയുമാണ്. മറ്റൊരു വിഭവം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് ഉണ്ടാക്കാൻ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര അത് ഉപയോഗിക്കാം. ശർക്കര പാനിയാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ നല്ല കല്ലൊന്നുമില്ലാത്ത ഇനം പൊടി ശർക്കര അത് വാങ്ങാൻ കിട്ടും, അതും ഉപയോഗിക്കാം. പൊടിയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കിയതിന് ശേഷം കുറുകി നന്നായി പതയൊക്കെ വരുമ്പോൾ തേങ്ങ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. അല്പം ഏലക്കപ്പൊടിയും ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും ഇതോടൊപ്പം ചേർക്കാം. വേണമെങ്കിൽ നെയ്യും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം വെള്ളം തിളപ്പിച്ച് ഉപ്പുമിട്ട് നല്ല വറുത്ത പൊടിയിലേക്ക് ഈ വെള്ളം ചൂടോടെ ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു മാവ് തയ്യാറാക്കാം. അതല്ലേ എങ്കിൽ തിളച്ച വെള്ളത്തിൽ ഉപ്പും ഇത്തിരി നെയ്യും ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ വറുത്ത പൊടിയിട്ട് ഒന്ന് ഇളക്കി പത്തിരിയുടെ ഇത് പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. എന്തായാലും 2 രീതിയിലും കുഴച്ചെടുത്തതിൽ നന്നായിട്ട് ഉരുട്ടി ഒരു കുഴി പോലെ ഉണ്ടാക്കി ഈ ഫില്ലിംഗ് നിറച്ച് തിരിച്ചുരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും പെട്ടെന്നുണ്ടാക്കാവുന്ന 2 തരം പലഹാരങ്ങളാണ്. വല്ലപ്പോഴുമൊക്കെ ഇത്തരത്തിലുള്ള നാടൻ പലഹാരങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.